നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ ജഡ്ജിയെടുത്ത് അവി പറയുന്നുണ്ട്, എന്തായാലും അനാമിക എന്തായാലും ഒരു വിഷപ്പാമ്പ് തന്നെ, എന്തായാലും അനാമികയെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരണം. കൊണ്ടുവന്നെങ്കിലേ നമുക്ക് ആദർശേട്ടൻ്റെ അടുത്തായാലും ഈ കുടുംബത്തുള്ളവരടുത്തായാലും ഒരു പ്രതികാരം നമുക്ക് തീർക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അനാമിക തിരിച്ച് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ നമ്മൾ ഒരു പരിഗണനയിലായി പോകുന്നൊക്കെ ഇങ്ങനെ പിന്നെ അവിയാണെങ്കിൽ ജലജയെടുത്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മൾ നന്ദുവിനെയാണ് കേട്ടോ. അപ്പോൾ നന്ദു ആണെങ്കിൽ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു സന്തോഷത്തോടൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ജോത്സ്യനായാലും അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടറൊക്കെ ആണെങ്കിലും അനിയും നന്ദുവായിട്ടുള്ള കല്യാണത്തിനൊക്കെ അവരൊക്കെ ഇങ്ങനെ സപ്പോർട്ട് പറയുന്നുണ്ടല്ലോ. നന്ദു പറയുന്നുണ്ട്, എന്തായാലും നിനക്ക് അനിയടുത്ത് പഴയ സ്നേഹവും പ്രേമവും എല്ലാം ഉണ്ട്, പക്ഷെ നീ അത് പുറത്ത് കാണിക്കാതിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പോൾ കാണിക്കുന്നത് നമ്മൾ അനാമികയാണ്. അനാമിക കാമുകനുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കും കേട്ടോ. അപ്പോൾ കാമുകൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഒരു 10 കോടി രൂപയെങ്കിലും ഞാൻ അവിടുത്തെ നഷ്ടപരിഹാരം മേടിക്കും, എന്നിട്ട് പിന്നെ അവർക്ക് ഡിവോഴ്സോ എന്തെങ്കിലുമൊക്കെ ഞാൻ കൊടുക്കുമെന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, പിന്നെ പറയുന്നുണ്ട്, ചന്തുമോളും അമ്മയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ആദർശിനെയൊക്കെ ഞാൻ നാണം കെടുത്തും, പിന്നെ അനന്തപുരി തറവാട്ടിലുള്ള എല്ലാവരെയും ഞാൻ നാണം കെടുത്തും, അവരെല്ലാവരെയും മുമ്പിൽ ഞാൻ തല കുനിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ കിരണാണെങ്കിൽ ആദർശിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എന്തായാലും മറച്ചു വെച്ച കാര്യങ്ങളൊക്കെ എന്തായാലും മറന്നേക്ക് പുറത്ത് വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. മീഡിയയ്ക്ക് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ കിരണാണ് ആദ്യം കാണുന്നത് കേട്ടോ. അങ്ങനെ കിരൺ വിളിച്ച് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും നമ്മളെ നയനയും ആദർശമൊക്കെ ആകുമ്പം ആ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ ഒരു ഷോക്കായിട്ട് അവർ ആ ന്യൂസൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നയനയാണെങ്കിൽ അന്തം വിട്ട് ഇങ്ങനെ ആദർശിനെ നോക്കിക്കൊണ്ടിരിക്കുന്നതും കാണിച്ചിട്ടാണ് നാളത്തെ പ്രമോ റിവ്യൂ അവസാനിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.